ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഹിന്ദി ഓണപരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ ഓണപരീക്ഷയുടെ ആൻസേഴ്സ് ആണ്. ക്ലാസ് 8 ഹിന്ദി. ഓക്കെ, 2025 കേരള സിലബസ് SCERT ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളിതിൽ ക്വസ്റ്റ്യൻസ് വായിക്കുന്നില്ല, ആൻസർ മാത്രമായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ചിലതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും വായിച്ചു പോവുക. അതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. आदित्य सूचना जूलिया और लूना कहानी का ये अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. അപ്പോൾ ജൂലിയ ഓർ ലൂണയിലത്തെ ആ ഒരു സ്റ്റോറിയിലെ ഒരു 3 സെൻറ്റൻസ് അവർ തന്നിട്ടുണ്ട്. ഇത് വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്നാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ആദ്യത്തിൻ്റെ ആൻസർ. രണ്ടാമത്തെയാണ് ലഡ്കീനെ ലോഗോംകോ ധന്യവാദ് ദിയ. ലഡ്കീനെ ലോഗോംകോ ധന്യവാദ് ദിയ, ഇതാണ് ആൻസർ വരിക. അടുത്തത് രണ്ടാമത്തെ ലോഗോംനെ ലഡ്കിക്ക് മദദ് ക്യോം കി. ആൻസർ ഇതാണ്. ലോഗോംനെ ലഡ്കിക്ക് मदद की क्योंकि जूलिया लूना को बचाने के लिए चिड़ियों की तरह पेड़ पर घोंसला बनाकर रहती थी. उसे जीवित रहने के लिए गाना, पानी, कपड़े आदि की आवश्यकता थी. ओके, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വനമഹോത്സവത്തിനെ കുറിച്ചിട്ടുള്ള പേഡ് കി രക്ഷ ഹമാരി സുരക്ഷ എന്നുള്ളതിൻ്റെ സന്ദേശം വെച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം. पेड़ की रक्षा हमारी सुरक्षा. पेड़ हमारे सच्चे मित्र. पेड़ मत काटो, पेड़ से दोस्ती करो. पेड़ लगाओ, हरियाली फैलाओ. वन महोत्सव जुलाई 1 से 7 तक. ओके, 1 से 7 तक वരും. एक बेहतर कल के लिए करे पेड़ों का संरक्षण. पेड़ संरक्षण समिति केरल. ओके, അപ്പോൾ ഇത് ഒരു പോസ്റ്ററാണ്. ഇതുപോലത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഇത്രയും വേണമെന്നില്ല. വനമഹോത്സവം നമ്മൾ 1 തീയതി മുതൽ 7 തീയതി വരെയാണ് ആചരിക്കുക. ജൂലൈ 1 to 7 ആണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോസ്റ്റർ കൊടുക്കുക, ഒരു ബോർഡറൊക്കെ കൊടുക്കുക, ഒരു മരത്തിൻ്റെയൊക്കെ ചിത്രമൊക്കെ കൊടുക്കുക. നെക്സ്റ്റ്, पेड़ कविता की ये पंक्तियाँ पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखे തന്നിട്ടുണ്ട്. പേഡ് തും പേഡ് നെഹി തും ദർജി. പേഡിൻ്റെ ആണ്. നമുക്ക് നോക്കാം ആൻസർ. 4th ആൻസർ വരുന്നത് ധൂപ് പഠ്നെ സെ ആണ്. ധൂപ് കേട്ടോ, ഇതാണ് ധൂപ് പഠ്നെ സെ. പേഡ് കോ ക്യോ ദർജി കഹാ ഗയാ ഹെ. അടുത്തതിൻ്റെ ആൻസർ വരുന്നത് പേഡ് കോ ദർജി കഹാ ഗയാ ഹെ ക്യോंकि जिस प्रकार दर्जी कपड़े की कतरन से सुंदर कपड़े सिलता है उसी प्रकार पेड़ विविध प्राकृतिक तत्वों को एक साथ जोड़कर प्रकृति को सुंदर बनाते हैं. അടുത്തത് 6 ആണ്. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖെ. അതായത് ഈ പേഡ് എന്നുള്ള കവിതയുടെ ആശയം അല്ലെങ്കിൽ പേഡ് കവിതയുടെ സന്ദേശം വരുന്ന ഒരു ലഘുലേഖ. 2 എണ്ണം ഉണ്ട്. 2ൻ്റെ ആൻസർ നമ്മൾ ഇതിൽ ചെയ്യും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അടുത്തത് വരുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ കവിതാംശത്തിൻ്റെ ആശയം ആദ്യം വായിക്കാം. प्रस्तुत पंक्तियाँ हिंदी के प्रमुख समकालीन कवि सुशील शुक्ला की छोटी कविता पेड़ से है. ये कविता पेड़ की महत्व का दर्शाती है. कवि कहते हैं कि पेड़ प्रकृति की दर्जी है जो हमारे चारों ओर का संसार गढ़ते हैं. पेड़ हवा को सिलकर उसे शुद्ध और शांत बनाते हैं. पेड़ घोंसलों को सिलकर पक्षियों को घर और सुरक्षा प्रदान करते हैं. धूप के सिलने से छायाएं कतरन कतरन बिखर गई. यानी पेड़ की पत्तियों से चुनकर धूप जमीन पर टुकड़ों टुकड़ों में छाया बनाती है. ये छायाएं ऐसी लगती है जैसे किसी दर्जी ने कपड़े को कतरनों की तरह फैला दी हो. पेड़ एक दर्जी की तरह विविध प्राकृतिक तत्वों को एक साथ जोड़कर प्रकृति को सुंदर बनाते हैं. कविता पेड़ को दर्जी कर उसे सृजनात्मकता और जीवनदायी शक्ति को प्रस्तुत करते हैं. कविता बहुत सुंदर और आकर्षक है. सरल भाषा में लिखी ये कविता सबके मन को छूने वाली है.
നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. പേടിന്റെ ലഘുലേഖ അത് വായിക്കാം. पेड़ प्रकृति की दर्जी है जो हमारे चारों ओर को संचार करते हैं. पेड़ विविध प्राकृतिक तत्वों को एक साथ जोड़कर प्रकृति को सुंदर बनाते हैं. मिट्टी से बहुत कुछ खींच लेकर हवा, पानी आदि को छोड़कर पेड़ प्रकृति को रंग बिरंगी और सुगंधित बना देता है. फलों में मिठास और स्वाद पेड़ की कारण ही आए हैं. कविता हमें प्रकृति से प्यार करना और उसकी रक्षा करने का प्रेरणा देती है. पेड़ प्रकृति का एक अभिन्न हिस्सा है. धरती पर पेड़ों और पौधों के बिना मनुष्य और जानवरों के अन्य प्रजातियों का अस्तित्व संभव नहीं है. पेड़ हमारी पृथ्वी को हरा भरा बनाते हैं. पेड़ हमें सांस लेने के लिए ऑक्सीजन देते हैं. पेड़ वर्ष कराने में सहायक होते हैं. पेड़ कई पशु पक्षियों के वासस्थान होते हैं. पेड़ प्रदूषण कम करके हमें शुद्ध हवा देते हैं. पेड़ पृथ्वी का तापमान नियंत्रित रखते हैं. पेड़ के कारण हमें शीतल छाया मिलती है. इसके अलावा पेड़ हमें ईंधन, भोजन, फल फूल, औषधियाँ, जड़ी बूटियाँ आदि कई अन्य उपयोगी चीज़ें प्रदान करते हैं. वे बाढ़ और भूक्षरण से हमें बचाता है. लेकिन यह समझे बिना मनुष्य बड़ी मात्रा में पेड़ों को काटते हैं. इससे प्रकृति का संतुलन बिगड़ जाता है. अतः हमें पेड़ों का संरक्षण करते हुए अधिकाधिक पेड़ लगाना चाहिए. നിങ്ങൾ ഇത്രയും എഴുതണമെന്നില്ല. ഇത് കുറച്ചുകൂടി വിശദീകരിച്ചിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഇപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾ മാർക്ക് കിട്ടില്ല എന്നൊന്നും കരുതണ്ട. കുറച്ച് എഴുതിയാലും ഒരു 5 or 6 ലൈനിൽ നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇത് കുറച്ച് കൂടുതലാണ്. അടുത്തത് വരുന്നത് 7th ആണ്. ഹാജി കി കഹാനിയിലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് 7 to 9 നമ്മൾ ആൻസർ ചെയ്യണം. 7ാമത്തെ ക്വസ്റ്റ്യൻ സഹി വികല്പാണ്. 7ന്റെ ആൻസർ വരുന്നത് ഉസ്നെ ആണ്. അതായത് ഇതാണ് ആൻസർ വരുന്നത്. പ്ലസ്നെ ഉസ്നെ. ഹാജി കിസ്കി പ്രതീക്ഷ കർ രഹാ ഥ ആണ് അടുത്തത്. 8ാമത്തതിന്റെ ആൻസർ ഹാജി പ്രൊഫസർ की प्रतीक्षा कर रहा था क्योंकि हाजी अपने मालिक प्रोफेसर को देखना चाहता था. അടുത്തത് നമുക്ക് 9ാമത് വരുന്നത് ബാത്ചീത്താണ്. ഹാജി की मृत्यु के बारे में പ്രൊഫസർ की പത്നി, അതായത് ഹാജി മരിച്ചതറിഞ്ഞ് പ്രൊഫസറിന്റെ ഭാര്യയും അതുപോലെ തന്നെ ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. പ്രൊഫസർ की പത്നി और दोस्त के बीच ആണ് വരുന്നത്. അപ്പോൾ ദോസ്ത് പറയാണ് आप क्यों रो रही है, क्या बात है. പത്നി हमारा हाजी इस दुनिया से चल बसा. दोस्त क्या हाजी मर गया, कब, एपड़ा. पत्नी जोगी हाँ कल शाम को. दोस्त क्या उसे देखने गई. पत्नी हाँ गई. उसके आगे देखकर मुझे लगा कि वह अब भी प्रोफेसर का इंतजार कर रहा है. दोस्त कितना अच्छा कुत्ता था हाजी, उसकी वफादारी हमेशा याद रहेगी. पत्नी हाजी आखिर अपने मालिक के पास चला गया. दोनों का प्यार कितना सच्चा था. അപ്പോൾ ഇതൊരു കോൺവെർസേഷൻ. ഇതല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഹാജിയുടെ കഹാനിയുടെ അവരുടെ ഹാജി പ്രൊഫസറും ഹാജിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ടിപ്പണി തയ്യാറാക്കാനാണ് നിങ്ങളുടെ ഓർ ക്വസ്റ്റ്യൻ വരുന്നത്. അത് ചെയ്യാം. प्रोफेसर और हाजी के बीच की दोस्ती पर टिप्पणी. हाजी की कहानी प्रोफेसर और हाजी के बीच एक अटूट और सच्चे संबंध का अद्भुत नमूना है. एक दिन सड़क से मिला एक छोटा पिल्ला प्रोफेसर के जीवन का सबसे वफादार साथी बन गया. धीरे धीरे हाजी और प्रोफेसर के बीच गहरा और मजबूत संबंध बन गया. वह हमेशा प्रोफेसर के साथ चलता और खेलता है. वह हर दिन स्टेशन तक प्रोफेसर को छोड़ने जाता है और शाम को उनके साथ खुशी से वापस घर लौटता है. प्रोफेसर के मर जाने के बाद भी हाजी ने इंतजार नहीं छोड़ा. उसने जीवन के अंतिम क्षण तक अपने मालिक की प्रतीक्षा की. ये कहानी सच्ची निष्ठा, प्रेम और दोस्ती की मिसाल है जो दिल को छू लेती है. നെക്സ്റ്റ് ജൂലിയ ഓർ ലൂണയിലത്തെ ഒരു പാരഗ്രാഫ് തന്നിട്ട് നമ്മളുടെ അടുത്ത് ആൻസർ പറയാൻ പറഞ്ഞിരിക്കുകയാണ്. കോഷ്ടകെ ശബ്ദം കി സഹായത സെ വാക്യ വിസ്താർ കരെ. ലഡ്കീനെ ബച്ചായ ഉണ്ട്. നമ്മൾ 3 സെന്റൻസ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. लड़की ने बचाया, लड़की ने पेड़ों को बचाया, लड़की ने सारे पेड़ों को बचाया, लड़की ने सारे पेड़ों को कट जाने से बचाया. 11ാമത് വരുന്നത് पहचान कर लिखे कि कौन सा क्रम सही है. ഓക്കെ, അപ്പോൾ ഏതാണ് ഓർഡർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ആണ് കറക്റ്റ് ആയത് കേട്ടോ. അതായത് ഇതാണ് കറക്റ്റ് വൺ ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ 4 ഏതാ ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് കറക്റ്റ്.
അടുത്തത് നമുക്ക് ജൂലിയ ഓർ ലൂണ ആ ചാപ്റ്ററിൽ തന്നെ ലഡ്കിനെ പേട് പർ ചട്കർ ഗിയ വിരോധ്, അതിലൊരു സമാചാർ പത്ര, അതല്ലെങ്കിൽ ഒരു ഡയറിയാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലഡ്കിനെ പേട് പർ ചട്കർ ഗിയ വിരോധ് നോക്കാം. ആദ്യം നമ്മൾ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ, ഒരു പത്രവാർത്ത എഴുതുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 ഡോട്ടൊക്കെ ഇട്ടിട്ട് എഴുതി തുടങ്ങുക. जूलिया 738 दिन तक पेड़ को काटने से रक्षा की. वह पेड़ पर घोंसला बनाकर रही. सेठ पेड़ काटने से असफल हुआ. अंत में 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. यही नहीं सेठ से यह वादा भी ले लिया कि यहाँ के किसी भी पेड़ को कभी नहीं काटेगा. इस प्रकार सारे पेड़ काटने से बच गए. जूलिया से इस साहसी कदम ने पूरे इलाके में जागरूकता फैलाई. ഓക്കെ, നെക്സ്റ്റ് ഇത് അല്ലെങ്കിൽ എഴുതേണ്ടത് ഡയറിയാണ്. ജൂലിയ എഴുതുന്ന ഡയറിയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. ശേഷം താരിഖ് ഡേറ്റ് ആണ്. നോക്കാം. आज बहुत खुशी भरा दिन था. आज मैं पेड़ से नीचे उतरी. 738 दिनों से जारी रही मेरी कोशिश सफल हुई. अगर लूना और सारे पेड़ बच गए. पेड़ काटने वाले सब चले गए. वे हमारी दोस्ती देकर हार मान गए थे. इस जीत पर गांव के हजारों लोगों से मैं आभारी हूँ. लौटने से पहले सेठ से यहाँ के किसी भी पेड़ न काटने का वादा भी ले लिया. अब लूना और मैं जैन से जी पाएगा. हमारी दोस्ती कोई तोड़ नहीं पाएगी. അപ്പോൾ ഇതാണ് കേട്ടോ 12ൻ്റെ ആൻസേഴ്സ് വരുന്നത്. ഓർ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അടുത്തത് 13 നോക്കാം. വഹ് ഉൻകെ സാത്ത് സാത്ത് പൈദൽ ഗർ ലൗട്ടായി ഹം വഹ് കോൻ ഹെ. ഹാജിയുടെ കഥയിലെ വഹ് ആരാണ്? ഹാജി തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് 13 കഴിഞ്ഞു. 14 ഹാജി के बारे में बताते हुए प्रोफेसर अपने मित्र के नाम पर पत्र लिखते हैं. അപ്പോൾ ഹാജിനെ കുറിച്ചിട്ട് പ്രൊഫസർ ഒരു ലെറ്റർ എഴുതുകയാണ് ഫ്രണ്ടിന്. ആ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക, ഒരു ഡേറ്റ് കൊടുക്കുക. ദെൻ അതിന് ശേഷം പ്രിയ മിത്ര എന്ന് കൊടുത്തു. तुम कैसे हो? घर में सब खुशहाल है ना? मैं यहाँ ठीक हूँ. एक खुशखबरी है जो मैं तुमसे बांधना चाहता हूँ. पिछले महीने मुझे सड़क पर टहलते समय एक शानदार पिल्ला मिला. बहुत प्यारा था. किसी ने सड़क पर उससे छोड़ा. मजबूर हालत में पड़े पिल्ले को देखकर मैं उसे अपना घर ले लिया. अब वह मुझे अपना मालिक मानता है. धीरे धीरे वह मेरे घर का एक सदस्य बन गया. उसका नाम है हाजी. वह हर दिन स्टेशन तक मुझे छोड़ने जाता है और शाम को मेरे साथ खुशी से वापस घर लौटता है. मैं उसे बहुत प्यार करता हूँ. उसके बिना जीना भी मुश्किल है. वहाँ तुम्हारी खबर क्या है? परिवार वालों से मेरा प्रणाम कहना. तेरी जवाबी पत्र की प्रतीक्षा में. तुम्हारा दोस्त हस्ताक्षर. नाम ഇവിടെ സേവാമയം നാം പത കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഒരു പിക്ചർ സ്റ്റോറി തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ കിനി ദോ കെ ബാരേമേം ഏക് വാക്യ ലിഖി. ഇതിൽ 2 വാക്യം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 15ാമത്തേൻ്റെ ആൻസർ लड़की फुटबॉल खेल रहे हैं. लोग पेड़ काटने का काम कर रहे हैं. लड़की बिल्ली के साथ खेल रही है. फूल पर एक मधुमक्खी बैठी है. ഈ 4 ചിത്രത്തിൽ കാണുന്നത് നമ്മൾ എഴുതി. അടുത്തത് 16 ചിത്രം के आधार पर 2 प्रश्न बनाए. ഈ 4 പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. 2 ഉണ്ടാക്കിയാൽ മതി. ഇതിൽ 4 ഉണ്ട്. ലഡ്കെ കോൺസാ ഗേൽ രഹേ ഹെ. ആൻസർ ആണല്ലോ അവർ ഇവിടെ തന്നിരിക്കണം. ആ പിക്ചറിൽ ആൻസർ ആയിട്ട് വരുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ലഡ്കെ കോൺസാ ഗേൽ രഹേ ഹെ. लोग क्या कर रहे हैं? लड़की किसके साथ खेल रही है? മധുമക്കി കഹാം ബൈട്ടി ഹെ. 4 നിങ്ങൾ ഉണ്ടാക്കണം എന്നില്ല, 2 ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. ഇത് ഞാൻ ക്വസ്റ്റ്യനും ആൻസറുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. ആരും വന്ന് ആൻസർ കണ്ടില്ല എന്ന് കമൻറ്റ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഓരോന്നിൻ്റെ ആൻസർ പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.